മുറിച്ച് മാറ്റാം, ഇടിച്ചെടുക്കാം. നമുക്ക് ടേസ്റ്റ് എങ്ങനെയുണ്ട് ചോദിക്കാം. സൂപ്പറായിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. മൊത്തത്തിൽ ഇടിയിറച്ചി സൂപ്പറായി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓണറൂഫ്. ഞാൻ അബു. അപ്പം നമ്മളിന്ന് ഇടിയിറച്ചിയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ പോവുകയാണ്. വ്യത്യസ്തമായ കുക്കിംഗ് രീതിയിലും വ്യത്യസ്തമായ ഫ്ലേവറിലുമാണ് നമ്മളിന്ന് ഇടിയിറച്ചി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള കിടിലം വീഡിയോ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ നമ്മുടെ ബീഫ്, ഒരു വലിയ ഉള്ളി, 2 നാരങ്ങ, ഒരു 6 വറ്റൽമുളക്, ഒരു 4 തണ്ട് കറിവേപ്പില, വളരെ കുറച്ച് പച്ചക്കുരുമുളക്, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒരു 1/2 ടേബിൾ സ്പൂണ്, ഒരു 3/4 ടേബിൾ സ്പൂണ് ഉപ്പ്, പിന്നെ നമ്മുടെ പട്ട ഗ്രാമ്പ് പൊടിച്ചതാണ് അത് വളരെ കുറച്ച് 1 ടേബിൾ സ്പൂണ്, നമ്മുടെ മുളക് പൊടി, ഇതിൽ വന്നിട്ട് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ ഇടിയിറച്ചി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുപ്പ് കൊളുത്താം. നമ്മുടെ മണ്ണെണ്ണ വെച്ചിട്ടാണ് അടുപ്പ് കൊളുത്താൻ പോകുന്നത്. നമ്മുടെ ചട്ടി വെച്ച് കൊടുക്കാം. അടുത്ത് നമുക്ക് ബീഫിനെ വേവിച്ചെടുക്കാം. ബീഫിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു മീഡിയം വെള്ളം വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ബീഫ് കഷ്ണം എടുത്ത് വെള്ളത്തിലിടാം. അപ്പോൾ ബീഫ് വേവിക്കാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മുടെ പട്ട ഗ്രാമ്പ് പൊടിച്ചത്, പിന്നെ ശകലം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്ന് മസാല ഒന്ന് റെഡിയാക്കി എടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഇതിനൊന്ന് നന്നായി ഒന്ന് നമ്മൾ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. വേവിച്ചെടുത്തിട്ടാണ് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഇടിച്ചെടുക്കൽ പരിപാടി. അപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്, മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ പുഴുങ്ങി ഇറച്ചെടുത്ത് മുറിക്കാം. ചെറിയ കഷ്ണമായിട്ട് ഇങ്ങനെ മുറിച്ച് മാറ്റാം. ഈ മുറിച്ച ബീഫിനെയാണ് നമ്മളിനി ഇടിച്ചെടുക്കാൻ പോകുന്നത്. നമ്മളെന്താ വേവിച്ച് കഴിഞ്ഞ് മുറിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇറച്ചി നല്ല നീളത്തിൽ കിട്ടും. വെറൈറ്റി ആയിട്ട് നീളത്തിൽ നമുക്ക് ഇടിച്ചെടുക്കാം. എന്നിട്ടൊരു പ്രത്യേക തരവും കൂടിയുണ്ട്. നമ്മുടെ ഈ ഇടിയിറച്ചിനെ സ്മോക്ക് ചെയ്യുന്നുണ്ട്. ലൈറ്റായിട്ട് ഫയർ ചെയ്ത് നന്നായി സ്മോക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ഫൈനൽ ടച്ചിലേക്ക് പോകുന്നത്. അതാണ് നമ്മൾ പറഞ്ഞ വിപ്ലവം. അതിൻ്റെ രുചിയും വേറെ ലെവലായിരിക്കും എന്നതിൽ ഒരു മാറ്റമില്ല. മുറിച്ച് വെച്ച ഇറച്ചിനെ നമ്മൾ ഇടിക്കണത് വെച്ച് നന്നായി ഇങ്ങനെ ഇടിച്ചെടുക്കുക. എന്താ ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇടിയിറച്ചി ഒരു ഗ്രില്ലിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ വീണ്ടും ഒരു ഗ്രില്ല് വെച്ച് നമ്മൾ ടൈറ്റായി സെറ്റാക്കിയിട്ട് ഇതിന് നമ്മൾ ഇനി ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇടിയിറച്ചി ഗ്രില്ല് ചെയ്തെടുക്കാം. നന്നായി സ്മോക്കി ആക്കി എടുക്കാനാണ് പോകുന്നത് നമ്മുടെ ഇടിയിറച്ചിനെ. അപ്പോൾ നമ്മൾ സ്മോക്ക് ചെയ്ത ബീഫിനെ മാറ്റാം. നല്ലൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സ്മോക്കി സ്മെല്ലുണ്ട് കേട്ടോ അതിന്. ഇനിയിപ്പോൾ നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ അതിലിട്ടെടുക്കുമ്പോൾ സാധനം ഉഷാറായിട്ടുണ്ടാവും. അപ്പോൾ ബീഫ് വരട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വലിയ ഉള്ളി എടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ നൈസിൽ അരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ച ഉള്ളി നമുക്ക് ഇലയിൽ മാറ്റാം. അപ്പോൾ ലെമൺ ഫ്ലേവറിന് 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് നാരങ്ങ നമുക്ക് മുറിച്ച് ഇത് നമ്മുടെ ഫൈനൽ ടച്ചിൽ പിഴിഞ്ഞ് സെറ്റാക്കാം. അപ്പോൾ നമ്മൾ ചില്ലി ഫ്ലേക്സിന് വേണ്ടിയിട്ട് വറ്റൽമുളകിന് ഈ പപ്പടക്കോലിൽ ഇത് ഇങ്ങനെ കയറ്റുന്നുണ്ട്. അപ്പോൾ അടുത്തതിന് നമുക്ക് ഇതിങ്ങനെ കയറ്റി എന്നിട്ട് നമ്മൾ തീയിൽ ചുട്ടിട്ട് നമ്മുടെ ഓൺ ചില്ലി ഫ്ലേക്സ് ഇടിക്കുന്നതിൽ ഇടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാനാണ് പോകുന്നത്. ചില്ലി ഫ്ലേക്സിന് വേണ്ടിയിട്ട് മുളകിനെ തീയിൽ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉണക്കമുളക് ഇടിക്കണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചില്ലി ഫ്ലേക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചക്കുരുമുളക് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കുരുമുളക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇടിയിറച്ചി വരട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുക. ഓയിൽ വേണമെങ്കിൽ ഓയിൽ, വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ. അപ്പോൾ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് യൂസ് ചെയ്യാം. നമ്മളിവിടെ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി പേസ്റ്റ് അടുത്തത്.
ഇതിന് ലൈറ്റായിട്ടൊന്ന് വണക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത് അരിഞ്ഞു വെച്ച ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ട് അടുത്ത് നമുക്ക് മസാല വേറെ ആഡ് ചെയ്യാനുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത് മുളക് പൊടി, പട്ട, ഗ്രാമ്പ്, നമ്മുടെ ഗരം മസാല, ഉപ്പ് ഒക്കെ കൂടി ഇട്ടിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ സ്മോക്ക് ചെയ്ത് വെച്ച ഇടി ഇറച്ചി നമുക്ക് നമ്മുടെ മസാലയിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. സാധനം കിഡുമായിട്ട് റെഡി ആയിട്ട് വരുന്നുണ്ട്. മണം ഇപ്പം തന്നെ തൂക്കുന്നുണ്ട്. നമ്മൾ ക്യാമറാമാനും നമ്മുടെ ഉണ്ണിപ്പിള്ളേർ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. അവരൊക്കെ മണത്തിട്ട് ഇപ്പം തന്നെ കഴിക്കാൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എണ്ണയൊക്കെ ഒഴിച്ച് ഒന്നുകൂടെ നന്നായി ഇളക്കിയെടുക്കാം. നോക്കട്ടെ, നമ്മൾ ഇതിൻ്റെ പാകം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എണ്ണ കുറച്ചുകൂടി ഒഴിച്ച് നന്നായി ഒന്ന് സെറ്റാക്കി എടുക്കും. അപ്പോൾ ഓരോരുത്തരുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് അവരവർ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ നാരങ്ങ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇടിയിറച്ചിയിൽ ആരും അധികം ഇങ്ങനെ നാരങ്ങ ഒഴിച്ചിട്ടൊന്നും ഉണ്ടാക്കാറില്ലാത്തതാണ് ഒരു ഐറ്റമാണ്. നമ്മൾ വ്യത്യസ്തമായിട്ട് നാരങ്ങ ഒഴിച്ചിട്ട് എങ്ങനെയുണ്ട് ഫ്ലേവർ എന്ന് അറിയണം. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പരീക്ഷണമാണ്. അടുത്ത് ഫൈനൽ ടച്ചായിട്ട് നമ്മൾ പൊടിച്ച് വെച്ച ചില്ലി ഫ്ലേക്സ്, പിന്നെ നമ്മളെ പച്ച കുരുമുളക്, ഇത് രണ്ടും കൊട്ടിയിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ ലെമൺ ഫ്ലേവറൈസ്ഡായ ഇടിയിറച്ചി പക്കാ സെറ്റാവും. എന്താ ഇപ്പോൾ കളറായില്ലേ, നമ്മുടെ എന്താ പറയുക, ചില്ലി ഫ്ലേക്സ് കയറിയതും ഡിഫറെൻ്റ് കളർ കോമ്പിനേഷനായി. എന്താ ഒരു കിലുകിലെന്നൊരു സൗണ്ട് ഉണ്ട് നമ്മൾ ഇളക്കുമ്പോൾ തന്നെ. ഈ ഒരു സൗണ്ടിലേക്ക് മാറണം, അപ്പോഴാണ് നമ്മുടെ ഇടിയിറച്ചി പെർഫെക്റ്റായിട്ട് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ ഇടിയിറച്ചി റെഡി ആയിട്ടുണ്ട്. നമ്മൾ സർവ് ചെയ്ത് നമ്മുടെ ഉണ്ണിപ്പിള്ളേർക്ക് കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ ഇത് അവർക്ക് കൊണ്ടുപോയി കൊടുത്ത് ടേസ്റ്റ് എങ്ങനെയുണ്ട് ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഇടിയിറച്ചി ഉണ്ണിപ്പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. മക്കളെടുത്ത് കഴിക്കട്ടെ. കഴിക്കും മക്കളെ. അപ്പോൾ ഇത്തവണയും നമ്മുടെ അഫ്സൽ, തച്ചു, ഇത് വന്നിട്ട് നമ്മുടെ അൻസീർ, ഇവർ 3 പേരാണ് ടേസ്റ്റർ എന്നൊക്കെ. മക്കൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്നാ ഇഷ്ടപ്പെട്ടാ? നാരങ്ങയുടെ ഫ്ലേവർ നന്നായി പിടിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഇടിയിറച്ചി സൂപ്പറായിട്ടുണ്ട്. അഫ്സൽ എങ്ങനെയുണ്ടാ? ഉപ്പുമുളക് നന്നായി പിടിച്ചിട്ടുണ്ട്, നാരങ്ങയുടെ ഫ്ലേവർ നന്നായി പിടിച്ചിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. മക്കളൊക്കെ എടുത്ത് കഴിക്കും. ശരി, നിങ്ങൾ കഴിക്കി. നമ്മൾ കഴിച്ചു നോക്കിയിട്ട് മറ്റുള്ളവർക്ക് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഇടിയിറച്ചി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിപ്പിള്ളേരൊക്കെ കഴിച്ച് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഇടിയിറച്ചിയിൽ എന്താ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്മോക്ക് ചെയ്ത് ഗ്രില്ല് ചെയ്തിട്ടാണ് ഇടിയിറച്ചി സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അതുമല്ല, എൻ്റെ ആരും ലെമൺ ഫ്ലേവർ ഉപയോഗിച്ചിട്ട് ഇടിയിറച്ചി അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല. അപ്പോൾ നമ്മൾ ആ 2 വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളൊന്ന് ഇടിയിറച്ചി സെറ്റ് ചെയ്തിരിക്കും. നമ്മൾ കഴിച്ചു നോക്കിയിട്ട് നമ്മുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് ഇപ്പോൾ പറയാം. കുറച്ച് പൊടി എടുക്കുന്നുണ്ട്. സൂപ്പർ. ഇതിലേക്ക് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് ലെമൻ്റെ ഫ്ലേവറാണ്. അത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് മുന്നിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ ഇടിയിറച്ചിനെ സ്മോക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്മോക്കിംഗ് ഫ്ലേവർ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് 2 പ്രത്യേകത ഇതിൽ നന്നായിട്ട് എടുത്തറിയുന്നുണ്ട്. പിന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ചില്ലി ഫ്ലേക്സ്, പിന്നെ പച്ചക്കുരുമുളകിൻ്റെ ഫ്ലേവറും, ഈ എല്ലാതും കൂടിയിട്ട് മൊത്തത്തിൽ നമ്മുടെ ഇടിയിറച്ചി വേറെ ലെവൽ കാരണം വേറെ ലെവലുണ്ട്. സത്യമായിട്ടും നിങ്ങളെല്ലാവരും ഇതേ റെസിപ്പിയിൽ തീർച്ചയായിട്ടും വീട്ടിൽ
ഇടിയിറച്ചി ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഒരു ഔട്ട്സ്റ്റാൻഡിങ് ടേസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും, ഒരു പുതിയ രുചി നിങ്ങൾക്ക് എന്തായാലും അനുഭവിക്കുക എന്നുള്ളതിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ട് സാധനം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നമ്മുടെ ഈ വ്യത്യസ്തമായ ഇടിയിറച്ചി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള കിടിലൻ വീഡിയോ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് നമുക്ക് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.